ഹെയർ കളർ ചെയ്ത് എവിടുന്നായിരുന്നു? ബഹ്റൈനല്ലേ? നെഗറ്റീവായി കയറി പോസിറ്റീവായി ഇറങ്ങിയ ഏക വ്യക്തി അത് ബോൾഡായിട്ടൊരു ഡിസിഷൻ ആയിട്ട് തീർച്ചയായിട്ടും അതിന്റെ ഡിസിഷൻ ആയിരുന്നു. ആരുടെ അവസരം ഒന്നും നഷ്ടമാക്കിയില്ല. കാരണം 35 ദിവസം ഞാൻ നിന്നിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി. ചോദിച്ചു, ലാലേട്ടൻ വന്നിട്ട് കൈപിടിച്ച് ഇറക്കാൻ നേരത്തെ ചോദിച്ചു, രേണു വരുന്നല്ലേ, വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറയുന്നു, ലാലേട്ടൻ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് അവിടെ നിക്കത്തേ ഉള്ളൂ. അല്ല, ഞാൻ ചാടി ഇറങ്ങിപ്പോയി. ലാലേട്ടൻ പോലും പറഞ്ഞ വോട്ടുണ്ടായിരുന്നു. വോട്ടുണ്ട്. എവിക്ഷനിൽ തന്നെ ലാലേട്ടൻ പറഞ്ഞത് രേണു വോട്ടുണ്ടായിരുന്നു. ഇത് സ്പെഷ്യൽ എവിക്ഷനാണ് എന്നാണ് ലാലേട്ടൻ. പോണോന്ന് ചോദിച്ചു. പോണോന്ന് ഒന്നും കൂടെ വന്നിട്ട് ഇങ്ങനെ നോക്കിട്ട് ചോദിച്ചു, വരുന്നോന്ന് ചോദിച്ചു. ഞാൻ വരുന്നു. ഞാൻ അതലക്കെ ഓടിപ്പോയി. എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും മെന്റൽ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇപ്പം അങ്ങനെ തോന്നി, ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല എന്ന് തീരെ? കാരണം ഞങ്ങളെല്ലാം പ്രതീക്ഷ രേണു നിൽക്കണം എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നു. അത് നിങ്ങളുടെ ഒക്കെ മനസ്സിലായ ഒരു ഇത് കൊണ്ടായിരിക്കും. പക്ഷെ എന്റെ മൈൻഡ് അതല്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബ്ലാങ്ക് ഔട്ട് ആയതോ? കുട്ടികളോട്ടുള്ള ഒരു പിള്ളേരുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരിക്കും. കാരണം എവിടെ പോലും ഇപ്പം ദുബായി പോയപ്പോ അത് മാറി ഇത് മാറി എന്ന് പറഞ്ഞപ്പോൾ പിള്ളേരെ ഞാൻ എന്നും വിളിക്കുന്നുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ അങ്ങനെ പറ്റില്ല.